നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. സൈബർ തട്ടിപ്പ് കേസിൽ മലയാളി അറസ്റ്റിൽ. ഗോവയിലെ സൈബർ ക്രൈം പോലീസ് 2.60 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ മലയാളിയെ അറസ്റ്റ് ചെയ്തു. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥരായി വേഷം മാറി മഡ്ഗാവിലെ ഒരു വനിതയെ തട്ടിപ്പിനിരയാക്കിയ കോഴിക്കോട് സ്വദേശി റിജാസ് കെയാണ് പ്രതി. ഇയാൾക്കെതിരെ രാജ്യത്ത് 11 സൈബർ കുറ്റകൃത്യ കേസുകളുണ്ട്. ആകെ 22.77 കോടി രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യാജ സുപ്രീം കോടതി ഉത്തരവ് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണം വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ നിർബന്ധിച്ചു. 76.35 ലക്ഷം രൂപ ICICI ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കണ്ടെത്തി. പോലീസ് പൊതുജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലയാളം മിഷന്റെ നീലക്കുറിഞ്ഞി സീനിയർ ഹയർ ഡിപ്ലോമ പൊതുപരീക്ഷ ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ. മലയാളം മിഷന്റെ നീലക്കുറിഞ്ഞി സീനിയർ ഹയർ ഡിപ്ലോമ പൊതുപരീക്ഷ ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വിവിധ ചാപ്റ്ററുകളിലായി നടക്കുന്നു. ഗോവ, ബഹ്റിൻ, തമിഴ്നാട്, ഡൽഹി, പുതുച്ചേരി, കർണാടക, മുംബൈ എന്നീ 7 ചാപ്റ്ററുകളിൽ നിന്നുള്ള കുട്ടികളാണ് ഈ പരീക്ഷയിൽ പങ്കെടുക്കുന്നത്. പോണ്ട ശ്രീനാരായണ ഗുരു മിഷൻ സൊസൈറ്റിയുടെ ഹാളിൽ വെച്ചാണ് ഗോവ ചാപ്റ്ററിന്റെ പരീക്ഷ നടക്കുന്നത്. ഗോവ ചാപ്റ്ററിൽ നിന്നും 28 കുട്ടികളാണ് ഈ വർഷം പരീക്ഷ എഴുതുന്നത്. ഒരാൾ തിരുവനന്തപുരത്തും മറ്റൊരാൾ എറണാകുളത്തും ഇനിയൊരാൾ ബാംഗ്ലൂരുമുള്ള കേന്ദ്രങ്ങളിലാണ് പരീക്ഷ എഴുതുന്നത്. എല്ലാ പരീക്ഷാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. മപ്സയിൽ ജൂൺ 23 വ്യാപാര സമരം. ഗോവയിലെ മപ്സയിൽ മപ്സ മർച്ചന്റ് അസോസിയേഷൻ തിങ്കളാഴ്ച പൂർണ്ണ വ്യാപാര ബന്ദ് പ്രഖ്യാപിച്ചു. മപ്സ മുനിസിപ്പൽ കൗൺസിലിന്റെ നിയമവിരുദ്ധ സാനിറ്റേഷൻ ഫീസിനെതിരെയാണ് പ്രതിഷേധം. വ്യാപാരികൾ ഫീസ് പുനർനിർണ്ണയിക്കണമെന്നും പിന്തിരിപ്പൻ ഈടാക്കൽ നിർത്തണമെന്നും നേരത്തെ അടച്ച തുക തിരികെ നൽകണമെന്നും ട്രേഡ് ലൈസൻസ് പുതുക്കൽ അവധി നീട്ടണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. MMA പ്രസിഡന്റ് ജിതേന്ദ്ര ഫലാരി വ്യാപാരികളുടെ ഐക്യം ഉറപ്പിച്ചു. MLA ജോഷുവ ഡിസൂസയുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരം. അവശ്യ സേവനങ്ങളെ ബന്ദിൽ നിന്ന് ഒഴിവാക്കും. ഗോവയിൽ ഇന്ന് യോഗ ദിനം ആഘോഷിക്കുന്നു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഗോവയിൽ 10,000 മുതൽ 15,000 വരെ യോഗ പരിപാടികൾ സംഘടിപ്പിക്കും. സർക്കാർ ജീവനക്കാർക്ക് യോഗ പങ്കെടുക്കൽ നിർബന്ധമാക്കി. താലിഗാവിലെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിൽ പ്രധാന പരിപാടി നടക്കും. സ്കൂളുകളിൽ യോഗ ക്ലാസുകൾ നിർബന്ധമാക്കുമെന്ന് മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്ത് പ്രഖ്യാപിച്ചു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയിൽ യോഗാ ദിനം ആചരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. 2015 മുതൽ ആഗോളതലത്തിൽ യോഗാ ദിനം ആഘോഷിക്കുന്നു. ഗോവയിൽ വിവിധ സംഘടനകൾ, സ്കൂളുകൾ, പഞ്ചായത്തുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ യോഗ പരിപാടികൾ സംഘടിപ്പിക്കും. ട്യൂം ഐസ് ഫാക്ടറിയിൽ അമോണിയ ചോർച്ച. വെള്ളിയാഴ്ച ട്യൂം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ഐസ് ഫാക്ടറിയിൽ അമോണിയ വാതക ചോർച്ചയുണ്ടായത് പരിഭ്രാന്തി പരത്തി. എന്നാൽ ഫയർ സർവീസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം ആർക്കും പരിക്കേറ്റിട്ടില്ല. തൊഴിലാളികളെയും നാട്ടുകാരെയും സുരക്ഷിതമായി ഒഴിപ്പിച്ചു. കെമിക്കൽ പ്രോട്ടോക്കോളുകൾ ഉപയോഗിച്ച് ചോർച്ച നിയന്ത്രണ വിധേയമാക്കി. അധികൃതർ കാരണം അന്വേഷിക്കുകയും ഭാവിയിലെ സുരക്ഷാ ഓഡിറ്റുകൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. ഗോവ പൂനെ സ്പൈസ് ജെറ്റ് വിമാനം 8 മണിക്കൂർ വൈകിയതിനെ തുടർന്ന് യാത്രക്കാർ ബുദ്ധിമുട്ടി. വ്യാഴാഴ്ച വൈകുന്നേരം ഗോവയിലെ മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പൂനെയിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനം 8 മണിക്കൂറോളം വൈകിയതും എയർലൈനിന്റെ ഗ്രൗണ്ട് സ്റ്റാഫിൽ നിന്ന് ശരിയായ വിവരങ്ങൾ ലഭിക്കാത്തതും ബുക്ക് ചെയ്ത 50ഓളം യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി. സാങ്കേതിക തകരാർ മൂലമാണ് വൈകിയതെന്ന് സ്പൈസ് ജെറ്റിന്റെ വക്താവ് പറഞ്ഞു. തൽഫലമായി തുടർന്നുള്ള പൂനെ ജയ്പൂർ സർവീസിനെയും ഇത് ബാധിച്ചു. ഉണ്ടായ അസൗകര്യത്തിൽ സ്പൈസ് ജെറ്റ് ഖേദം പ്രകടിപ്പിച്ചു. പനാജിയിൽ 16 കെട്ടിടങ്ങൾ അപകടാവസ്ഥയിൽ. പനാജിയിലും സമീപ പ്രദേശങ്ങളിലുമായി 16 കെട്ടിടങ്ങളുടെ ഘടനാപരമായ സുരക്ഷാ പരിശോധനയിലാണ്. പനാജി കോർപ്പറേഷൻ ഓഫ് സിറ്റി ഈ കെട്ടിടങ്ങൾ പൊളിക്കണോ നവീകരിക്കണോ എന്ന് തീരുമാനിക്കാൻ പരിശോധന നടത്തുന്നു. ജൂൺ 4 കോടതി ഉത്തരവിനെ തുടർന്ന് കേനി പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള ഒരു കെട്ടിടം 2 ആഴ്ചയ്ക്കുള്ളിൽ പൊളിക്കണം. ദേശീയ തിയേറ്റർ, ക്ലബ് നാഷണൽ, എൽ ഡൊറാഡോ കെട്ടിടം തുടങ്ങിയവ അപകടാവസ്ഥയിലാണ്. ഗോവ എഞ്ചിനീയറിംഗ് കോളേജിനോട് സുരക്ഷാ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എൽ ഡൊറാഡോ കെട്ടിടം പൊളിക്കാൻ CCP തീരുമാനിച്ചു. എന്നാൽ വ്യാപാരികൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.